ഞങ്ങൾ അടുത്ത ജൂലൈയിൽ ഒരു സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാനിരിക്കുകയല്ലേ. ഇത് 4 മാസത്തെ ബജറ്റാണ് എന്ന വളരെ വളരെ ലാഘവത്തിൽ എന്ന് പറഞ്ഞാൽ 58 മിനിറ്റ് എടുത്ത് ഇന്നലെ നയപ്രഖ്യാപനത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അതല്ലെങ്കിൽ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഞങ്ങൾ ഇതാണ് ചെയ്തത് എന്ന് പ്രഖ്യാപിക്കുകയാണ് ധനമന്ത്രി ചെയ്തത്. ഗിമ്മിക്സുമില്ല, ഇതിനകത്ത് ഒരു തരത്തിലുള്ള ആത്മാർത്ഥതയുമില്ല. അങ്ങേയറ്റം അഹങ്കാരം നിറഞ്ഞൊരു ബഡ്ജറ്റാണിത്. ആ അഹങ്കാരം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് തിരിച്ചു വരാൻ ഇതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് തിരിച്ചു വരാൻ ഞങ്ങൾക്ക് രാമനുണ്ട്, ഞങ്ങൾക്ക് രാമമന്ത്രമുണ്ട്. ഇത് മാത്രമാണ്. വർഗീയതയുണ്ട്. ഇന്നത്തെ ദിവസത്തിന് 2 സവിശേഷതയുണ്ട് അഭിലാഷ് മോഹൻ. ഒന്ന്, രാവിലെ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ രാജ്യത്തെ വാണിജ്യ സിലിണ്ടർ പാചകവാതകത്തിൻ്റെ വില 15 രൂപ വർദ്ധിച്ചു. രണ്ടാമത്തെ ഇന്നത്തെ ഒരു സൂചന, ഗ്യാൻവാബി പള്ളിയിൽ പ്രാർത്ഥന ആരംഭിച്ചു. നോക്കൂ, ഒരു വശത്ത് ഞങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് യാതൊരുവിധ ആനുകൂല്യം തരുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ മേൽ അധിക നികുതി അടിച്ചേൽപ്പിക്കും, നിങ്ങളുടെ ജീവിതഭാരം ഉയർത്തും. ഞങ്ങളുടെ കയ്യിൽ വർഗീയത എന്ന ആയുധം അപ്പുറത്തുണ്ട്. ബഡ്ജറ്റിലേക്ക് വരൂ. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി എക്കണോമിക് സർവേ പുറത്തുവിട്ടിട്ടില്ല. എന്തിനാ എക്കണോമിക് സർവേ റിപ്പോർട്ട്? ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ബഡ്ജറ്റിൻ്റെ പശ്ചാത്തലമാണ്, സാമ്പത്തികമായ പശ്ചാത്തലത്തെ എക്സ്പോസ് ചെയ്യുന്നതാണ് എക്കണോമിക് സർവേ റിപ്പോർട്ട്. എക്കണോമിക് സർവേ റിപ്പോർട്ടില്ലാതെ ബഡ്ജറ്റിലേക്ക് പോവുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അഹങ്കാരത്തിൻ്റെ ബഡ്ജറ്റാണിത്. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ, നിങ്ങൾക്കാവുന്നത് ചെയ്ത് കാണിക്കുക എന്നുള്ളൊരു അഹങ്കാരവും ധിക്കാരവും രാജ്യത്തെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഇവിടെ ശ്രീ ബി ഗോപാലകൃഷ്ണൻ തന്നെ സൂചിപ്പിച്ചു, ഞങ്ങൾക്കിപ്പോൾ കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ അഹങ്കാരം എന്ന് പറഞ്ഞ വാക്കിനെയാണ് അദ്ദേഹം കോൺഫിഡൻസ് എന്ന് അദ്ദേഹത്തിൻ്റെ പദപ്രയോഗം കൊണ്ട് അവകാശപ്പെട്ടത്. ഞാൻ ആ കോൺഫിഡൻസ് എന്ന് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ഞാൻ അഹങ്കാരം എന്ന് പറയുന്നത്. കോൺഫിഡൻസ് അഹങ്കാരമല്ല, പക്ഷേ ഈ അഹങ്കാരം യഥാർത്ഥത്തിലുണ്ടായത് അഹങ്കാരമാണ്. അദ്ദേഹം കോൺഫിഡൻസ് എന്ന് പേരിട്ട് വിളിക്കുകയാണ്. എന്തുകൊണ്ടത് ഞാൻ പറയാം. ശ്രീ ബി ഗോപാലകൃഷ്ണൻ തന്നെ വാക്കെടുക്ക്. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങളിതെല്ലാം പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഞങ്ങൾ കൂടുതൽ കോൺഫിഡൻ്റ് ആണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞു. തന്നെയുമല്ല, ഞങ്ങൾക്ക് വർഗീയത എന്ന അജണ്ടയുണ്ട്. അപ്പോൾ ഈ 2 ആയുധവും വെച്ചിട്ട് ഞങ്ങൾക്ക് മുൻപോട്ട് പോകാനുള്ള കോൺഫിഡൻസ് ഉണ്ട്, അതുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല. എന്നിട്ട് ശ്രീ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു, വോട്ടോണോ കൊണ്ടാണ് ഇതിൽ കൂടുതൽ പ്രഖ്യാപിക്കാനും സാധിക്കില്ല എന്ന്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ ഒരു വേദിയിലിരുന്ന് 2 പറയരുത്. അല്പം അങ്ങോട്ട് മാറിയിട്ട് അടുത്തൊരു ചർച്ചയിൽ മാറ്റി പറഞ്ഞാലും കുഴപ്പമില്ല. അത് പക്ഷേ ഇതിൽ മാറ്റി പറയരുതല്ലോ ശ്രീ ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ ഒറ്റ നിപ്പിലങ്ങ് മാറ്റി പറഞ്ഞു. എന്താ പറഞ്ഞേ? 2019 ഞങ്ങൾ പ്രഖ്യാപിച്ചു, അത് പ്രഖ്യാപിച്ചു, ഇത് പ്രഖ്യാപിച്ചു, അത് ഞങ്ങൾ കോൺഫിഡൻസിലായിരുന്നു. ഇത് ഇപ്പോൾ പറയാണ് വോട്ടോണെ കൊണ്ടാണ് ഇത്രയും പ്രഖ്യാപിക്കാൻ പറ്റുള്ളതെന്നാണ്. അപ്പോൾ ആളുകളെ കണ്ണിൽ ചർച്ചയ്ക്ക് വന്നും പൊടിയിടും, അതോടൊപ്പം തന്നെ പാർലമെൻറ്റിനുള്ളിലും പൊടിയിടും, ബഡ്ജറ്റിലും പൊടിയിടും. ഇതാണ് BJP. വാക്കിന് പറയുന്ന കാര്യങ്ങൾക്ക് ഒരാത്മാർത്ഥതയില്ല. ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് 4 ജാതികളുണ്ട്, ഞാൻ 4 വിഭാഗങ്ങളെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ആ 4 വിഭാഗത്തിന് എന്താണ് ഇപ്പോൾ കൊടുത്തത്? നിങ്ങൾ പറ, എന്തെങ്കിലും കൊടുത്തത്? നിങ്ങൾ പറഞ്ഞു യൂത്ത്. രാജ്യത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയ്ക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. ആ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് എന്ത് ചെയ്തു? 9 ലക്ഷത്തിലധികം ഒഴിവുകൾ വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ഒഴിഞ്ഞു കിടക്കുന്നു. ആ 9 ലക്ഷം ഒഴിവുകൾ നികത്തുന്നതിനുള്ള എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഈ ബഡ്ജറ്റിൽ എവിടെയെങ്കിലും ഉണ്ടോ? തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണെന്ന് ഓർമ്മിക്കണം. 2, രാജ്യത്തിൻ്റെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെടുന്ന ഗിഗ് എക്കോണമി വളരെ വിപുലമാണ്. നമുക്കറിയാം, സൊമാറ്റോ, സ്വിഗ്ഗി ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഇങ്ങനെ ഗിഗ് എക്കോണമി എന്ന് പറയാവുന്ന അസംഘടിത മേഖലയിലാകെ വ്യാപിച്ചു കിടക്കുന്ന ലക്ഷോപലക്ഷം ചെറുപ്പക്കാർ. ആ ചെറുപ്പക്കാരുടെ ക്ഷേമത്തിന്, സുസ്ഥിരതയ്ക്ക് എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ്, പാക്കേജ് ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. രാജ്യത്തെ തൊഴിൽശാലകളിൽ പണിയെടുക്കുന്ന ചെറുപ്പക്കാരായ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ, ആ തൊഴിൽ സേനയ്ക്ക് എന്ത് നൽകിയിട്ടുണ്ട് ഈ ബഡ്ജറ്റിൽ? എന്തെങ്കിലും ഒരു പ്രഖ്യാപനം, ഒരു പുതിയ പ്രോജക്റ്റ് ഒന്നും നൽകിയിട്ടില്ല. നിങ്ങൾ പറയുന്നു കർഷകരുമായി ബന്ധപ്പെട്ട് ഈ ബഡ്ജറ്റിൽ പറയുന്ന എന്തെങ്കിലും ഒരു പുതിയ പദ്ധതി ഈ ബഡ്ജറ്റിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ച പുതിയൊരു പ്രോജക്റ്റ്, ഇല്ലെങ്കിൽ നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന PM കിസാൻ, ഈ പറയുന്ന കൃഷി സമ്മാൻ, കർഷകർക്ക് കൊടുക്കുന്ന നിങ്ങളുടെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, അതിൻ്റെ വർധനവുണ്ടോ? ഒന്നും വർദ്ധിപ്പിച്ചില്ല. ഇന്നലെയും ഇന്നുമായി രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളും പ്രവചിച്ചു കൊണ്ടിരുന്നത് തിരഞ്ഞെടുപ്പ് വരുന്നു, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിൻ്റെ വർധനമുണ്ടാകും, വെൽഫെയർ സ്കീമുകൾ പ്രഖ്യാപിക്കും. പക്ഷെ ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, രാജ്യത്തിൻ്റെ യഥാർത്ഥ ധനസ്ഥിതിയെ തുറന്നു കാട്ടുന്ന, പറയുന്ന ഡേറ്റകൾ പുറത്തുവിടുന്ന എക്കണോമിക് സർവേ അനാലിസിസും റിപ്പോർട്ടും പുറത്തു വരുന്നില്ല. രാജ്യത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. പ്രത്യേകിച്ചും ഇത്രയേറെ യുവജന വിരുദ്ധമായൊരു ബഡ്ജറ്റ് ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല.